എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങണ തന്നെ എനിക്ക് തന്ന പണിയോടെ പറഞ്ഞിട്ടാണ്. എന്നാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പണി തന്നേക്കുവാണ് ഗൈസ് ഇവരെല്ലാവരും കൂടി. പ്രത്യേകിച്ച് എൻ്റെ അമ്മ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് കുറേ പച്ചക്കറി അമ്മയുടെ പൊക്കത്ത് കയറ്റണതിന് പകരം താഴ്ത്തിറക്കി വെച്ചിട്ട് അതെന്നോട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെയോ നോക്കി വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ വന്നത്. പിന്നെ വേറെ കുറച്ച് സമയം കൂടി കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ വെറുതെ കിടക്കുന്നതായിട്ട് കാണാം. കാരണം നേരത്തെ അവിടെ ഈ ഇത് കണ്ട് ഈ പച്ചക്കറി വെച്ചേക്കണം ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നിറച്ചും പുല്ലായിരുന്നു. അത് മൊത്തം നമ്മൾ മറ്റേ മരുന്നടിച്ച് കളഞ്ഞ് ഇപ്പോൾ ഭയങ്കര ഫ്രീ ആയി കിടക്കുവാണ്. ഇവിടെ ഒരു സംഭവം മിസ്സിങ് ആണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പക്രുവിൻ്റെ കൂട് ദേ കിടക്കണവൻ. അവൻ്റെ കൂടില്ലാത്ത കാരണം അവൻ ദൈവം വന്ന് കിടക്കുന്നു. അവൻ്റെ കൂട് ഇവിടെ ആയിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളത് പൊളിച്ച് കഴിഞ്ഞ ദിവസം. എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഉപകാരമില്ല. അവന് വല്ലപ്പോഴും രാത്രി വല്ലതും കയറി കിടന്നാലേ ഉള്ളൂ. പിന്നെ ടോമിയും ബ്രൂണോ ഒന്നും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നേ ഇല്ല. കാരണം ഇവനെ കടിക്കും. അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. ബ്രൂണോയിനാണ് ഇവർ രണ്ടുപേരോട് കടിക്കും. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അവനെ ഓടിച്ചു വിട്ടല്ല, അവൻ തന്നെ പോയി. പിന്നെ വരുമ്പോഴത്തേക്ക് ഞങ്ങളിങ്ങോട്ട് കയറ്റിയല്ല കേട്ടോ. ഇപ്പം അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പട്ടിയായിട്ട് അവൻ വളരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് പറയാം. ഇത് നോക്ക്, ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം തന്നെ ഇത് ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതുണ്ടോ, ഇത് കുറച്ച് പച്ചക്കറി വഴുതനങ്ങയാണ് കേട്ടോ. വഴുതനയുടെ തൈ. പിന്നെ ഇത് മുളകാണ് ഗൈസ്. ഇതും ഇതൊക്കെ അത് തന്നെ. പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ചട്ടി നിങ്ങൾ കണ്ടിട്ടേ, കളർഫുൾ ചട്ടി. ഇങ്ങനെ ചുമപ്പ്, നീല, ഗ്രേ കളർ. എനിക്കിഷ്ടം ഗ്രേ കളറാണ്. ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമുക്ക് തന്ന ചട്ടി കേട്ടോ. നമുക്ക് ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ചട്ടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് മൊത്തം മുളകും അത് മൊത്തം വഴുതനയാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഈ ഗ്രേ ചട്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1, 2 ഇത് ഇപ്രാവശ്യം തന്ന ചട്ടിയല്ല. 1, 2, 3, 4, 5 ചട്ടി ഇപ്രാവശ്യം കിട്ടി. ഇനി ഞാൻ ബാക്കി കൂടി കാണിച്ചു തരാം. കുറേ ചട്ടി ഉണ്ട് ഇനി. നമുക്കിതേ ഇത് ഇവിടെ ശരിയാണ്, ഞാൻ പറയാം. ഇങ്ങനെ വാ. ഇത് കഴിഞ്ഞ വട്ടം നമുക്ക് ഗ്രേ കിട്ടിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 10 ചട്ടിയല്ലേ തന്നത്. ആദ്യം നമുക്ക് 10 ചട്ടി തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി അവിടെ ചട്ടി ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പോയി പൈസ കൊടുത്ത് 10 ചട്ടിയും കൂടി മേടിച്ചു. ഇപ്പോൾ 20 ചട്ടിയുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷവും 10 ചട്ടി കിട്ടിയല്ലേ. ഇപ്പം 25 കിട്ടിയില്ലേ? 50 എണ്ണോ? 50 എണ്ണം ഇല്ലെന്ന് തോന്നുന്നു. 25 എണ്ണം ഉണ്ട്. നമ്മൾ 25, നമ്മളെ പറ. നമുക്ക് കഴിഞ്ഞ വട്ടം 25 ചട്ടിയും ഇപ്രാവശ്യം 20 ചട്ടിയും നമ്മൾ മേടിച്ചു. അപ്പോൾ എത്രയാണ്? 45 ചട്ടി മിനിമം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ 45 ചട്ടി ഉണ്ട്. അതിൽ ഒരെണ്ണം ചളുങ്ങിപ്പോയി. അപ്പോൾ ഇത് നോക്ക്, ഇതൊക്കെ ഈ വർഷം തന്നെയാണ്. ഇത് കണ്ടോ, ഇത് മുളക്, ഇത് നമ്മുടെ തക്കാളിയാണ് ഗൈസ്. ഇത് പിടിപ്പിക്കാൻ വെച്ചിട്ട് പാടാണ്. എന്നാലും പാടല്ല, നമ്മുടെ ഇവിടെ എപ്പോഴും പിടിപ്പിക്കുന്നതാണ്. എന്നാലും ഞാനല്ലേ നോക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ തക്കാളിയല്ല, അമ്മ പൊക്കത്ത് കയറ്റാതെ എനിക്ക് നോക്കാൻ തന്നേക്കുവാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഒരു സങ്കടം. അയ്യോ, ഇവിടെ നിലത്തൊക്കെ നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേ 1, 2, ദേ അവിടെ എവിടെയൊക്കെയോ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ദേ ഞാൻ പറഞ്ഞ സങ്കട വാർത്തയാണ് ഗൈസ്. ഇത് നമ്മുടെ പുളി ഉണങ്ങിപ്പോയി കണ്ടോ. അതിവിടെ മരുന്നടിച്ചപ്പോൾ എന്തോ വന്നേന്ന് തോന്നണല്ലേ അമ്മ? മരുന്നടിപ്പിച്ചപ്പോഴത്തേക്ക് എന്തോ വന്ന് നമ്മുടെ പുളിയും കൂടി അങ്ങ് ഉണങ്ങിപ്പോയി. ഉണങ്ങിയോന്ന് ഒന്നുകൂടി നോക്കാം. ഉണങ്ങിപ്പോയി ഗൈസ്. നമുക്ക് വേറെ പുളി വെക്കാമേ. നമുക്ക് എന്തായാലും വേറെ പുളി വെക്കാം. ഇത് കണ്ടോ, ഉണങ്ങിപ്പോയി കണ്ടോ. നമ്മുടെ മീൻകറിയിലൊക്കെ ഇടുന്ന ടൈപ്പ് പുളിയായിരുന്നു, അതൊന്ന് പോയി. എന്തായാലും അത് പോട്ടെ, നമുക്ക് വേറെ നോക്കാം. പിന്നെ ദേ നോക്കുവാണെങ്കിൽ തന്നെ എനിക്ക് ഇതെല്ലാം നോക്കാൻ നിന്നേക്കും. പിന്നെ മറ്റേ ചട്ടി ഞാൻ കാണിച്ചിടാം. ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് ശരിക്കും ചട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ വട്ടം കിട്ടിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചളുങ്ങിയ ചട്ടി. ഇങ്ങനെയാ, ഇത് കണ്ടോ, ചളുങ്ങിയ ചട്ടിയാണ്. അത് കാറ് കയറിപ്പോയതാണ്, അത് ചളുങ്ങിപ്പോയി. പിന്നെ അതേ ഈ സൈഡിൽ ഇരിക്കണ ചട്ടിയാണ്. ഈ കറുത്തത് എവിടെ നിന്ന് മേടിച്ചായിരുന്നു നമ്മൾ? പിന്നെ എത്ര രൂപയായിരുന്നു? 30 രൂപ. ഇത് 30 രൂപ ഒരെണ്ണത്തിന്. അപ്പം എല്ലാം കൂടി 4 എണ്ണം മേടിച്ച് 5, 6 ഉണ്ട്, പൊക്കത്തുണ്ട് കേട്ടോ. അമ്മ എല്ലാം എടുത്തുകൊണ്ട് പോയേക്കുവാണ്. പിന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയത് ഈ ചട്ടി. ഇതെല്ലാം ഒന്ന് കഴുകി എനിക്ക് എടുക്കണം. പിന്നെ ഈ ചട്ടി, പിന്നെ ഇത് ഉള്ളി ഇരിക്കണം കണ്ടോ ഗൈസ്. അവിടെ ഒരു ചട്ടിയുണ്ട്. പിന്നെ അത് ഈ
5-8 ചട്ടി തേങ്ങി നോക്ക്. ഇതൊക്കെ കഴിഞ്ഞിട്ടും കിട്ടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ഒന്ന് തേച്ച് കഴുകി കേട്ടോ. ഇവിടെ ഇരിക്കണം മാത്രം. ഇത് കഴുകിയിട്ടില്ല, ഇതെനിക്കൊന്ന് കഴുകണം. പകുതി 4 കഴുകിയപ്പോൾ ഞാൻ മടുത്തു പോയി, പിന്നെ അവിടെ ഇട്ടേച്ചും പോയി. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് എനിക്ക് കുറച്ചുകൂടി എടുത്തുകൊണ്ട് വരാനിട്ട് ഇങ്ങനെ നിറച്ചും വെക്കണം കേട്ടോ. ഈ ചട്ടി ഇതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിക്ക് പറിച്ചു കൊടുത്ത്, അപ്പോൾ അതിൽ നിന്ന് കുറേ പോയി ഗൈസ്. എന്തായാലും അത് നിറഞ്ഞു നിൽക്കുമായിരുന്നു, ഇനി കിളുത്ത് തന്നോളും. ഇനി ഈ ചട്ടി, ഇത് വേറെ ചട്ടി കേട്ടോ. ഇത് 30 രൂപക്ക് അമ്മ മേടിച്ച ചട്ടി. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ചട്ടി. ഇത് 30 രൂപയുടെ ചട്ടി, അത് മേടിച്ച കേട്ടോ. ഇത് രണ്ടും അതൊക്കെയാണ് നമ്മൾക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടി. അപ്പോൾ എത്ര ഉണ്ട്? അവിടെ 2 ഉണ്ട് കേട്ടോ, കാണിച്ചില്ല. 1 2 3 4 5 6 7 8 9 10. ശരിക്കും പറഞ്ഞാൽ എണ്ണ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോൾ നോക്കിയിട്ട് 18 ചട്ടിയേ ഇവിടെ ഉള്ളൂ. 5-6 പൊക്കത്തുണ്ട്, പിന്നെ 2-3 ശോമയുടെ വീട്ടിലാണ്. നമ്മൾ എന്തോ ചെടി കൊടുത്തു വിട്ടപ്പോൾ ചട്ടിയോടെ കൊടുത്തു വിട്ടു കേട്ടോ. അത് പിന്നെ അവിടെ ഇരിക്കുവാണ്. പിന്നെ നമുക്ക് ഒരു സൂത്രോടി കാണിച്ചു തരാം. എന്തായാലും ഞാൻ ചെടികളെക്കുറിച്ച് പറയുകയാണ്. ഇത് കണ്ടോ, ഇതെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മ തന്ന പുതിനയാണ്. പൊക്കത്തുനിന്ന് എടുത്തുകൊണ്ട് ഇതൊന്നും ഉണങ്ങിയതല്ലേ അമ്മ? ഇതൊന്നും ഉണങ്ങിപ്പോയി മരുന്നടിച്ചപ്പോൾ. പിന്നെ അത് പുനർജനിച്ച് കിളുത്ത് വന്നതാണ്. നല്ല മണം കേട്ടോ, നല്ല മണമുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാധനം. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ പറയാം. ഇത് നമ്മൾ വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല ചൊവയൊന്നുമല്ല, ഇച്ചിരി വൃത്തികെട്ട ചൊവയാണ്. അത് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെട്ടവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ചൊവയാണ്. ഇതിങ്ങനെ ഒരു മരുന്നാണിത്, ഔഷധച്ചെടിയാണ്. അതിങ്ങനെ വെള്ളത്തിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ചുമ, കഫക്കെട്ടൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് പൊക്കത്തും എടുക്കണമെങ്കിലും നല്ല ഇവിടെ നിന്ന് എടുക്കണതാണ്. ശ്വാസമുട്ടലിന് പ്രത്യേകിച്ച് എനിക്ക് ശ്വാസമുട്ടലുള്ള കാരണം എടുത്ത് താഴ്ത്ത് വെച്ചേക്കണം. എനിക്കെന്നല്ല, എൻ്റെ അമ്മക്കും ചേട്ടനും എനിക്കും എല്ലാവർക്കും തന്നെ ഉണ്ട് കേട്ടോ ഇത്. അപ്പം എന്തായാലും നിങ്ങളും ഇങ്ങനെ ഒന്ന് പുതിനയൊക്കെ ചെയ്ത് നോക്കുക. എന്തായാലും ഞാൻ എൻ്റെ ചട്ടിയും പച്ചക്കറിയൊക്കെ കാണിക്കാൻ പറ്റും. എന്തായാലും ഇവനെയും കൂടി കാണിച്ചില്ല, സങ്കടപ്പെട്ടു പോവന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക.